വാർത്തകളിലേക്ക് വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ജനകീയ മുഖമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിൽ തൂഫാൻ വാരിയേഴ്സായ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തുഫാൻ വാഴപ്പള്ളി സെന്റ് തെരേസ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്നതായി ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പ്രോജക്റ്റാണ് ഓപ്പറേഷൻ തുഫാൻ. നമ്മുടെ നാടിനെ തകർക്കുന്ന, പുതിയ തലമുറയെ തകർക്കുന്ന ലഹരിയിൽ നിന്നുള്ള മോചനമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ രാസലഹരി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് അപകടകരമായ ഈ രാസലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴെങ്കിലും ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല എങ്കിൽ ഈ കൊച്ചു കേരളം തകർച്ചയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ, പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ, നിങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളാകണം. കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറിക്കഴിഞ്ഞെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തലമുറകളെ നശിപ്പിക്കുന്ന ലഹരി എന്ന വിപത്തിന്റെ പിടിയിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വിമോചിപ്പിച്ച് ലഹരി വ്യാപനം നടത്തുന്ന ദുഷ്ടശക്തികളുടെ വേരറുക്കും വരെ ഈ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഴപ്പള്ളി സെന്റ് തെരേസാസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ, ഹയർ സെക്കൻഡറി, TTI എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്ന ദൃശ്യങ്ങളും പ്ലക്കാർഡുകളുമേന്തി അണിനിരന്നു. രമേശ് ചെന്നിത്തല ലഹരിവിരുദ്ധ ദീപം തെളിയിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരി MLA വിനു ജോബ്, മുനിസിപ്പൽ ചെയർമാൻ ജോമി ജോസഫ്, SABS വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ടിസ പടിഞ്ഞാറേക്കര, കൗൺസിലർമാരായ ചാൾസ് പാലാത്ര, BK സത്യൻ, സ്കൂൾ മാനേജർ സിസ്റ്റർ ലിൻസി വലിയപ്ലാക്കൽ, പ്രിറ്റി A, പ്രസിഡന്റ് ജിൻ സോജൻ വടക്കുമുറി, പ്രിൻസിപ്പൽ ഷിജി വർഗീസ്, ഹെഡ്മിസ്ട്രസ് ബെറ്റി ജോസഫ്, അധ്യാപക പ്രതിനിധി ഷിബു ജോസഫ് മടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. വിദേശ വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പോകുന്നുണ്ടെങ്കിലും പലരും അവിടെ അംഗീകാരമില്ലാത്ത കോഴ്സുകളാണ് പഠിക്കുന്നതെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ 2025-26 വർഷത്തെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അംഗീകാരമുള്ള, നിലവാരമുള്ള വിദേശ വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ ക്യാമ്പസുകളിൽ നൽകുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗം മാറിത്തീരണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇപ്പൊ കണ്ടു, രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമരമടക്കം പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ വശത്തേക്കല്ല ഞാൻ കടക്കുന്നത്. ആ സമരത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രതികരണങ്ങൾ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തണം. പാർലമെന്റിനകത്ത് ചർച്ച വേണ്ട എന്ന് തീരുമാനിക്കാൻ, അസംബ്ലിക്കകത്ത് ചർച്ച വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്കും കഴിയില്ല. ജനാധിപത്യത്തിന് പേര് കേട്ട ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മുഖമായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് തന്നെ ആദ്യം നമ്മൾ മുഖം കാണിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ മുഖമാണ്. അദ്ദേഹം ജനാധിപത്യത്തിന്റെ അപ്പോസ്തലനായിരുന്നു. ഈ ജനാധിപത്യ രാജ്യത്ത് അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവണം, ഉത്തരങ്ങൾ ഉണ്ടാകണം, അതുപോലെ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിമർശിക്കുവാനുള്ള അധികാരങ്ങൾ നമുക്കുണ്ടാവണം. ഇതൊക്കെ നേടിയെടുത്തതാണ് നമ്മൾ. ബ്രിട്ടീഷുകാരോട് പൊരുതി നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും പ്രതികരണശേഷിയുള്ളതുമായ തലമുറ ഇന്നിന്റെ ആവശ്യമാണെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. അധ്വാനത്തിന്റെ വിലയറിയുന്ന പ്രയത്നശീലകർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് കുട്ടനാട് MLA റെജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ പഠിച്ച് ഇന്ന് ഇവിടെ നിന്നിറങ്ങുന്ന നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്ന രണ്ടുപേർ. നിങ്ങൾ പഠിച്ചതും എന്നാൽ അവരും ഈ കോളേജിൽ പഠിച്ചു.
ഇന്ന് ഒരാൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി സ്പീക്കറും ഒരാൾ നിങ്ങളുടെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഗ്രാജുവേറ്റ് ആവുക, അതല്ലെങ്കിൽ നമ്മളൊരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആവുക, ഏതൊരു പ്രൊഫഷനിലും ഈവൻ മെഡിസിനിലാണെങ്കിൽ പോലും നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ നമ്മളൊന്നും ആവുന്നില്ല. കോളേജ് മാനേജർ ഫാദർ ജോസഫ് കളരിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബിരുദദാന ചടങ്ങിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടിജിൻ ജോസഫ്, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദുലാൽ ജി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു ജോർജ്, ബർസാർ ഫാദർ ടിജോമോൻ പി ഐസക്, ഡോക്ടർ വിനു ടി വടക്കേൽ, ഡോക്ടർ ജോഷി ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. നെല്ലിന്റെ താങ്ങുവില 40 രൂപയാക്കി ഉയർത്തണമെന്ന് ഗ്രേറ്റർ കുട്ടനാട് കർഷക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കർഷക കൂട്ടായ്മ കൺവെൻഷൻ ചെയർമാൻ ടോം ജോസഫ് ചമ്പക്കുളം ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നെല്ലിന് അതിന് ചെലവിന് ആനുപാതികമായി സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞതുപോലെ 35 രൂപയോ ഒരു 40 രൂപയെങ്കിലും കിലോയ്ക്ക് വരത്തക്കവണ്ണം അതിൻ്റെ ചിലവുകൾ മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ കർഷകന് അല്പമെങ്കിലും ലാഭം ഉണ്ടാകത്തക്ക രീതിയിൽ നെല്ലുവില വർദ്ധിപ്പിക്കണമെന്നാണ് ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഫ്രണ്ട്സ് ഓഫ് ചങ്ങനാശ്ശേരിയിൽ ചേർന്ന് ഉള്ള ഈ സംയുക്ത യോഗത്തിൽ നമുക്ക് ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ രണ്ടാം കൃഷി നടക്കുകയാണ്. രണ്ടാം കൃഷിക്ക് ആവശ്യമായ ഇപ്പോൾ ഒരു ഏക്കറിന് ഏതാണ്ട് 10 കിലോയിൽ താഴെ നീക്കിയൊക്കെയാണ് നമുക്ക്. പുളി വളരെ ശക്തമായ നിലയിലുണ്ടെന്ന് മംഗം നെല്ലുകൃഷി കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പുളിക്ക് ശരിക്കും അമ്ലത്വം കുറയ്ക്കാനുള്ള നീതിയൊക്കെ ആവശ്യത്തിന് ലഭ്യമാക്കേണ്ടതാണെന്ന് ഗവൺമെൻറ്റിന് അറിയുകയും ചെയ്യണം. അപ്പോൾ ആവശ്യമായ നിലയിലുള്ള നീതിയൊക്ക കർഷകർക്ക് ലഭ്യമാകണമെന്നും കൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. കർഷകർക്ക് അർഹമായ നെല്ലിന്റെ വില ക്വിന്റലിന് 4000 രൂപയായി ഉയർത്തി കർഷകരെ രക്ഷിക്കണമെന്നും പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്ന നെല്ലിന്റെ വിലയുടെ കാര്യത്തിൽ സർക്കാർ മൗനം വെടിയണമെന്നും ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച കർഷക കൺവെൻഷൻ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റിയും ഫ്രണ്ട്സ് ഓഫ് ചങ്ങനാശ്ശേരി കർഷക കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക കൂട്ടായ്മയിൽ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KP മാത്യു കടന്തോട് അധ്യക്ഷത വഹിച്ചു. MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കൃഷിച്ചിലവുകൾ കർഷകൻ മുടക്കുമ്പോൾ അതിന് ആനുപാതിക താങ്ങുവില ലഭ്യമാക്കുവാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നെല്ലുവിലയിൽ വർധനവുണ്ടാകുന്നതിനൊപ്പം തന്നെ കുട്ടനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന രണ്ടാം കൃഷിക്ക് ആവശ്യമായ കക്ക ലഭ്യമാക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. മുടങ്ങിക്കിടക്കുന്ന സബ്സിഡികൾ സമയബന്ധിതമായി ലഭ്യമാക്കണം. കൃഷിഭവനുകൾ കർഷക സൗഹൃദമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. 60 വയസ്സ് തികഞ്ഞവർക്ക് 2021 ആരംഭിച്ച കർഷക പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയ എല്ലാ കർഷകർക്കും കർഷക പെൻഷൻ ഉടൻ അനുവദിക്കണമെന്നും രാസവളങ്ങളുടെ നിരന്തരമായ വില വർധനവ് കർഷകർക്ക് ഭാരിച്ച ബാധ്യതയുണ്ടാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി കടന്നുപോകുന്ന ബൈപ്പാസ് നിർദ്ദിഷ്ട പാതയിൽ സൗകര്യപ്രദമായ നിലയിൽ മാർക്കറ്റിൽ നിന്നും വാഹനങ്ങൾ തിരിഞ്ഞു പോകത്തക്ക വിധത്തിൽ വെട്ടിത്തുരുത്ത് റോഡിലെത്തി പൂർത്തീകരിക്കാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ സൈബി അക്കര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഔസേപ്പച്ചൻ ചെറുകാട്, KS ആന്റണി കരിമറ്റം, അലക്സാണ്ടർ പുത്തൻപുര, KJ ജെയിംസ് കൊച്ചുകുന്നേൽ, സാബു കോയിപ്പള്ളി, ബിജോയ് പ്ലാത്താനം, ബിജു പാണ്ടിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന ചടങ്ങ് നടത്തുമെന്ന് MLA റെജി ചെറിയാൻ. കുട്ടികൾക്കായുള്ള MLA എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ഓഗസ്റ്റ് 2 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ നടക്കും. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഫുള്ള് A+ നേടി വിജയം കൈവരിച്ച വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള MLAയുടെ മികവ് എന്ന എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച നമ്മുടെ ചമ്പക്കുളം ബസലിക്കയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ MP, ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ നിർവഹിക്കുന്നതാണ്. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് MLA എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്നത്.
ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവാർഡ് ദാനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. തൊടുപുഴ MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ്, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. നിങ്ങളെ ഏവരെയും ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തെ ആകെ ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് വ്യാഴാഴ്ച 2 വർഷം തികയുന്നു. ദുരന്തത്തിൽ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നഷ്ടമായത് 33 വിദ്യാർത്ഥികളെ. 97 കുട്ടികളെ ദുരന്തം നേരിട്ട് ബാധിച്ചു. തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ വേർപാട് താങ്ങാനാകാതെ ദുരന്തമുഖത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ ഉണ്ണികൃഷ്ണൻ മാഷിനെ ആരും മറക്കില്ല. നീണ്ട 20 വർഷം ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഉണ്ണിമാഷ് തന്റെ സ്വന്തം നാടായ കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ മുണ്ടക്കൈയും ചൂരൽമലയും 2024 ജൂലൈ 30-ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിന് തീരാനൊമ്പരമായി തകർന്നടിഞ്ഞ ഗ്രാമങ്ങൾ. അവിടെ വെള്ളരിമലയുടെ താഴ്വാരത്ത് പുന്നപ്പുഴയുടെ തീരത്തായി ഗ്രാമത്തിന് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകിയിരുന്ന വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു അമ്പലപ്പുഴ കരുമാടി സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ മാഷ്. നാട്ടിൽ പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഉണ്ണികൃഷ്ണൻ 20 വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളാർമല സ്കൂളിൽ അധ്യാപകനായി ജോലിക്കെത്തുന്നത്. പിന്നീട് അദ്ദേഹം നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷായി. അവരുടെ നാടിനെ ദുരന്തം വിഴുങ്ങിയപ്പോൾ ആ നാടിനെ ഓർത്ത്, തൻ്റെ നഷ്ടപ്പെട്ട 33 വിദ്യാർത്ഥികളെ ഓർത്ത്, ദുരന്തം നേരിട്ട് ബാധിച്ച തൻ്റെ സ്കൂളിലെ 97 വിദ്യാർത്ഥികളെ ഓർത്ത് ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി. കേരളം മുഴുവൻ അദ്ദേഹത്തിനൊപ്പം കരഞ്ഞു. വയനാട് ദുരന്തം നടന്ന് 2 വർഷമാകുമ്പോൾ ഉണ്ണിമാഷിന് തൻ്റെ സ്വന്തം നാടായ കുട്ടനാട്ടിലേക്ക് സ്ഥലം മാറ്റമാണ്. കൊടുപ്പുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപകനായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ജോലിയിൽ പ്രവേശിച്ചു. വയനാട് ചൂരൽമല വെള്ളാർമല സ്കൂളിൽ നിന്നും പ്രൊമോഷനായി കുട്ടനാട്ടിലേക്ക് എത്തിയ ഉണ്ണിമാഷിനെ കാണാനാണ് കൊടുപ്പുന്നയിൽ എത്തിയിരിക്കുന്നത്. ഉണ്ണിമാഷിനെ എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ സങ്കട വീഡിയോ കണ്ടോ ഒന്നിച്ച് അദ്ദേഹത്തോടൊപ്പം കരഞ്ഞവരാണ് നമ്മൾ. ഇന്ന് പഴയ ആ സങ്കടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദ്യമായ ഒരു സ്വാഗതം ആശംസിക്കാനാണ്. നീണ്ട 20 വർഷത്തെ വയനാട്ടിലെ ജീവിതം ഉണ്ണിമാഷിന് സമ്മാനിച്ചത് എണ്ണിയാൽ തീരാത്ത സ്നേഹബന്ധങ്ങളാണ്. അവധിക്ക് നാട്ടിൽ പോയി മടങ്ങുമ്പോൾ ബസ്സിറങ്ങിയാൽ താമസ സ്ഥലം വരെ എത്തിക്കാൻ കുശലം പറഞ്ഞു കൂടെ കൂടിയവർ, ഭക്ഷണം നൽകിയവർ, ഉണ്ണിമാഷേ എന്ന് സ്നേഹത്തോടെ വിളിച്ചവർ, അവരിൽ പലരെയും ഉരുളെടുത്തു. മേപ്പാടിയിലെ സ്കൂളിലേക്ക് പറിച്ചു നടപ്പെട്ട വെള്ളാർമലയിലെ കുട്ടികൾക്ക് താങ്ങായി കരുതലായി പിന്നീടുള്ള 2 വർഷക്കാലവും ഉണ്ണിമാഷുണ്ടായിരുന്നു. സങ്കടങ്ങൾ കുറയ്ക്കാൻ അവർക്കൊപ്പം പാട്ടുപാടി, മറ്റധ്യാപകർക്കൊപ്പം അവരെ കലോത്സവ വേദികളിലെത്തിച്ചു. ഉണ്ണിമാഷിന് നാട്ടിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ അവരെല്ലാവരും കൊടുപ്പുന്നയിലെ സ്കൂൾ വരെ അനുയാത്ര ചെയ്തു. പ്രിയപ്പെട്ട ഉണ്ണിമാഷിനൊപ്പമാണ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ സാറിൻ്റെ ഫോൺ ഇങ്ങനെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് പലരും അദ്ദേഹത്തെ വിളിക്കുകയാണ്. അടുത്ത ദിവസം ചൂരൽമലയിലെ ആ സങ്കട ദിനങ്ങളുടെ വാർഷികമാണ്. അദ്ദേഹം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അവിടുന്ന് ചൂരൽമലയിൽ നിന്ന് 20 വർഷത്തെ സേവനം കഴിഞ്ഞ് ഉണ്ണിമാഷ് ഗംഭീരമായ ഒരു യാത്രയപ്പോടു കൂടിയാണ് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത്. അവരൊരു 16 പേര് അദ്ദേഹത്തെ ഒരു ടെമ്പോ ട്രാവലറിൽ ഇവിടെ കുട്ടനാട്ടിൽ എത്തിച്ച് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് വരെ അവർ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെയും ഗംഭീര സ്വീകരണമായിരുന്നു. ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാവും. സാറേ, ഗംഭീര സ്വീകരണമായിരുന്നല്ലോ. എന്താ പറയാനുള്ളത്? കുട്ടനാട്ടിനെ സംബന്ധിച്ചും ആ നാട്ടിൽ 20 വർഷം ജോലി ചെയ്ത ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു യാത്രയും എല്ലാം. പിന്നെ ഞാനൊരു കുട്ടനാട്ടുകാരനാണല്ലോ. എൻ്റെ വീട് കരുമാടിയിലാണ്. അപ്പോൾ വയനാടും കുട്ടനാട്ടുകാരും തമ്മിൽ സ്വഭാവത്തിൽ വളരെ സാമ്യമാണ്.
ശാന്തശീലരാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത. സ്നേഹം അതിവിടെയും അവിടെയും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ആളാണ്. പിന്നെ എനിക്ക് കുട്ടനാടിൻ്റെ സ്നേഹം ആ പ്രളയത്തിൻ്റെ ആ സമയത്ത്, ആ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് എനിക്ക് 2 വ്യക്തികളെ ഞാൻ ഇവിടെ ഒന്ന് തിരയാണ്. ഒരാളെ പിന്നെ സുപരിചിതനാണ്. ഒരാളെ ഞാൻ തിരയാണ്. ഒരു ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സലീം കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സലീം കൃഷ്ണ. അദ്ദേഹം അവിടെ വന്ന് ആ ചെളിക്കകത്തൊക്കെ കിടന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ചുമന്നിറക്കുക എന്ന് വേണ്ട ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു മനുഷ്യൻ, കുട്ടനാട്ടുകാരനാണ്. ഞാൻ തിരയുന്ന ഒരു മുഖമാണ് ഇവിടെ വന്നിട്ട്. ഇനി അടുത്ത ആൾ എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കുട്ടനാടിൻ്റെ അഭിമാനം, നമ്മുടെ സിനിമാ താരം പ്രമോദ് വെളിയനാടാണ്. പ്രമോദ് വെളിയനാട് സംഗീതം ചെയ്ത ആ ഒരു ഗാനം, വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ എന്ന ആ ഗാനത്തിൻ്റെ ശില്പിയാണ് പ്രമോദ് വെളിയനാട്. ആ ഗാനത്തിലൂടെയാണ് വെള്ളാർമല സ്കൂളിനെ ലോകം അറിയപ്പെട്ടത്. ഇന്നും ആ ദുരന്തത്തെക്കുറിച്ച് ചാനലിലൊക്കെ മറ്റുമൊക്കെ വരുമ്പോൾ ആ വിദ്യാലയമാണ് കാണിക്കുന്നത്. ആ പാട്ടാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലൊരു വേദന, തീരാ നോവായി ആ പാട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, കുട്ടനാടുമായിട്ട് എനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് വരുന്നെങ്കിൽ അത് വയനാട് പോലെ തന്നെ സുന്ദരമായ ഒരു പ്രദേശത്തേക്ക് വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. എന്തായാലും എനിക്ക് സുന്ദരമായ ഒരു വിദ്യാലയം കിട്ടി. 2 വർഷമായിട്ടൊരു സ്കൂളില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ സ്കൂളില്ലല്ലോ ഇപ്പോൾ. ആ 2 വർഷമായിട്ട് എനിക്ക് സ്കൂളില്ല. വേറൊരു വിദ്യാലയത്തിൻ്റെ ഭാഗം ചേർന്നാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂൾ പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്കൂൾ കിട്ടി. പ്രൊമോഷനോട് കൂടി ഞാൻ ഹെഡ് മാസ്റ്ററായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. ഒരുപാട് പേർക്ക് അക്ഷരദീപം പകർന്ന ഒരു വിദ്യാലയ മുത്തശ്ശിയാണിത്. അപ്പോൾ ഇതിൻ്റെ 125-ാം വാർഷികം, അത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ വാർഷികം ഈ നാടിൻ്റെ ഒരു ഗ്രാമോത്സവമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. ഞങ്ങൾ അധ്യാപകരെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. 125-ാമത് വാർഷികം നമുക്ക് എങ്ങനെ ഈ നാടിനെ ഒരു ഉത്സവഭരിതമാക്കണമെന്നുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളെല്ലാവരും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കുടമുണ്ടേ, വിദ്യാലയമുണ്ടേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടല്ലായിരുന്നു പ്രമോദ് പാടിയിട്ടുള്ളത്? സാറാണ് പാടിയിരിക്കുന്നത് അല്ലേ? അപ്പം എഴുതിയതും പാടിയതും സാറാണ്, സംഗീതം ചെയ്തിരിക്കുന്നത് പ്രമോദാണ്. ഒന്ന് പാടാൻ പറ്റൂ? അത് പാടുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മകൾ അങ്ങോട്ടങ്ങ് പോകും. പാടാം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, ഈ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. വയനാട് ദുരന്തത്തിൽ 300ഓളം പേർ മരിച്ചതായാണ് കണക്കുകൾ. അന്തിമ പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഗ്രാമവാസികൾ വ്യാഴാഴ്ച പുത്തുമലയിൽ ഒത്തുചേരും. അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉണ്ണിമാഷ് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ അദ്ദേഹം ഉരുളെടുത്ത പ്രിയപ്പെട്ടവരെ നിറകണ്ണുകളോടെ സ്മരിക്കും. ഒരു നാടിൻ്റെ വേദനയാകെ നെഞ്ചിലേറ്റി പൊട്ടിക്കരഞ്ഞൊരാൾ. അദ്ദേഹത്തിനൊപ്പം നമ്മളെല്ലാം നെഞ്ച് തകർന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉണ്ണിമാഷ്. അദ്ദേഹം ഇപ്പോൾ വയനാട് ചുരൽമലയിലെ വെള്ളാർമല സ്കൂളിൽ നിന്നും കുട്ടനാട്ടിലെ കൊടുപ്പുന്ന ഗവൺമെൻറ് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ട്. അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാവരുടെയും, കുട്ടനാട്ടുകാരുടെ എല്ലാം സഹകരണം മാത്രമാണ്. മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ, കലർപ്പില്ലാതെ ആ സഹകരണം നമുക്ക് അദ്ദേഹത്തിനായി നൽകാം. ക്യാമറാമാൻ സുമൻ രാമങ്കരിക്കൊപ്പം VR വിനോദ്, KCB ന്യൂസ്. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം.
വാർത്തകൾ തുടരുന്നു. ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിന് സുതാര്യ സംവിധാനം ഉണ്ടാകണമെന്ന് അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ആവശ്യപ്പെട്ടു. അയ്യപ്പ സേവാ സംഘം മാന്നാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശബരീശ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രതിഭകളെ വാർത്തെടുക്കുന്ന മത്സര പരീക്ഷകളുടെ നടത്തിപ്പ് ഭരണവർഗത്തിന്റെ കൈകളിൽ നിന്ന് മുക്തമാക്കി സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ആവശ്യപ്പെട്ടു. അയ്യപ്പ സേവാ സംഘം മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് കെ ബാലസുന്ദര പണിക്കരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് എൻ സദാശിവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പ സേവാ സംഘം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ സന്തോഷ് കുമാർ പ്രതിഭകളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ചടങ്ങിൽ മാന്നാറിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സനൽകുമാര പണിക്കരെയും ജ്യോതിഷ പണ്ഡിതൻ മാന്നാർ സുരേഷിനെയും ആദരിച്ചു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന സലാം, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഷാജി വേഴപ്പറമ്പിൽ, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ്, കുരട്ടിക്കാട് പാട്ടമ്പലം ദേവസ്വം ട്രസ്റ്റ് അംഗം ഹരികുമാർ ആര്യമംഗലം, MP ഹരികുമാർ, രാധാകൃഷ്ണൻ കൃഷ്ണാമൃതം, ബിജു കണ്ണാടിശ്ശേരിൽ തുടങ്ങിയവർ സംസാരിച്ചു. CMC ചങ്ങനാശ്ശേരി ഹോളി ക്യൂൻസ് പ്രൊവിൻസ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന DG വെൽനസ് പദ്ധതിക്ക് തുടക്കം. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷൻ ജോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ എന്ത് നടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ഓരോ കുടുംബത്തിലും ഓരോ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും അനധ്യാപകരും ഒക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് മൊബൈൽ ഫോണിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിനെയോ ഫേസ്ബുക്കിനെയോ ഇൻസ്റ്റാഗ്രാമിനെയോ ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന മുഴുവനായി മാറ്റി നിർത്താൻ പറ്റുന്നത് എങ്കിൽ പോലും ഇതിനൊന്നും അടിമപ്പെടാതെ എങ്ങനെ ഇതിനെ കൊണ്ടുപോകാമെന്നത് വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ടാവറ ഇല്ലാസത്ത്, ആ ഇല്ലാസത്തിന്റെ ബന്ധുക്കാരായ സിസ്റ്റേഴ്സ് അത് ഏറ്റെടുത്ത് തുടങ്ങുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമാണ്. കാരണം നമ്മുടെ ഭാവി ഭാരതത്തെ, ഭാവി സമൂഹത്തെ, ഭാവി യുവത്വത്തെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ദീർഘവീക്ഷണം നടത്തിക്കൊണ്ടാണ് അന്നും വിദ്യാഭ്യാസ വിപ്ലവത്തിൽ കൂടെ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെ കരുത്താതിരിക്കുന്നത്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ സോഫി റോസ് അധ്യക്ഷത വഹിച്ചു. CMC ജനറൽ വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ അനുപ മാത്യു CMC കാർമൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് മാന്തുരുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. CMC ഹോളി ക്യൂൻസ് പ്രൊവിൻസിന് കീഴിലുള്ള സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന DG വെൽനസ് പദ്ധതി സിസ്റ്റർ കാരുണ്യ മേരി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് വർഗീസ് ആന്റണി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹോളി ക്യൂൻസ് വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ ആനി തോമസ്, സിസ്റ്റർ ലിസ കുര്യൻ, പ്രിൻസിപ്പൽ JK ജോർജ്, ഹെഡ് മിസ്ട്രസ് സീന ജോസഫ്, സിസ്റ്റർ ബ്ലസ്സി ആൻസ്, സിസ്റ്റർ ബിനീത മരിയ, സിസ്റ്റർ കരോളിൻ, സിസ്റ്റർ ജോവാൻ ജേക്കബ്, സിസ്റ്റർ ജിഷ ജെയിംസ്, അജയ് ജോസഫ്, സിസ്റ്റർ ലിജ എന്നിവർ പ്രസംഗിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് അതിവർഷ ആനുകൂല്യ കുടിശ്ശിക കൊടുക്കാൻ UDF സർക്കാർ 150 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് 150 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതെന്നും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി പറഞ്ഞു. DKTF സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണന്റെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സഹായിക്കുക എന്ന ഗവൺമെന്റ് നിലപാടാണ്. ആ നിലപാടിന് ഉദാഹരണമാണ് ബജറ്റിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയദർശിനി ബസ്സിലൂടെ സ്ത്രീകളുടെ യാത്രാ സൗകര്യം, സൗജന്യ യാത്ര അനുവദിച്ചു കൊടുത്തത്, ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 25 ലക്ഷം രൂപയുടേതായ ചികിത്സാ പദ്ധതി, ഇതെല്ലാം അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ഗവൺമെന്റ് നിലപാടാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് അനുകൂലമായി നിൽക്കാനും ഈ ഗവൺമെന്റിനെ കൃത്യമായി നമ്മൾ സൂക്ഷ്മതയോടുകൂടി കരുതലോടുകൂടി ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുന്ന ചുമതല കൂടി നമ്മൾക്കുണ്ടാകണം. എന്തൊക്കെ പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രതികരണങ്ങളെയും അതിന് ഗവൺമെന്റിനെതിരായ സമരങ്ങളെയും ഒക്കെ നമ്മൾ കൃത്യതയോട് വിലയിരുത്തി ഈ പറയുന്ന കുടിശ്ശിക തീർക്കാൻ നമ്മൾക്ക് ഗവൺമെന്റ് ചെയ്ത ഈ ഒരൊറ്റ ഉപകാരം തന്നെ എന്നും കർഷക തൊഴിലാളികൾ ഈ ഗവൺമെന്റ് കടപ്പെട്ടിരിക്കുന്നുവെന്ന് കൂടി PC രാധാകൃഷ്ണന്റെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആലപ്പുഴ TCC ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ DKTF ജില്ലാ പ്രസിഡന്റ് G ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു.
DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി TM സന്തോഷ്, BC ജോസഫ്, ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളായ B ഓമനക്കുട്ടൻ, ഈര വിശ്വനാഥൻ, മങ്കൊമ്പ് സദാശിവൻ നായർ, VV സുഗുണൻ, ഹക്കീം വള്ളിത്തറ, തയ്യിൽ റഷീദ്, G പ്രകാശ്, ഷൗക്കത്ത് A, ഉണ്ണികൃഷ്ണൻ, വർഗീസ് മാത്യു, B പ്രസന്നകുമാർ, NV ഹരിദാസ്, പരമേശ്വരൻ ചേർത്തല, പ്രസാദ്, N ജോയി, DCC മെമ്പർ ബഷീർ കോയാപ്പറമ്പിൽ, K പത്മകുമാർ, അനസ് മണ്ണഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നർ വീൽ ക്ലബ്ബ് ഓഫ് ആലപ്പി റിപ്പിൾസും കേരള വാട്ടർ അതോറിറ്റിയും നെടുമുടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും ചേർന്ന് ജലജന്യ രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഉപരിതല ജലം, ഭൂഗർഭ ജലം, മഴവെള്ളം, ഇതാണ് ലഭിക്കുന്നത്. അതിൽ നമ്മൾ കരുതുന്നത് ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളമാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അത് തന്നെ അതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നിങ്ങളോട് ചിന്തിച്ചിട്ടുണ്ടാവും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി കെമിസ്റ്റ് എലിസബത്ത് ജോൺ, അപർണ S, മൈക്രോബയോളജിസ്റ്റ് അശ്വതി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. ഇന്നർ വീൽ ക്ലബ്ബ് ഓഫ് ആലപ്പി റിപ്പിൾസിന്റെ പ്രസിഡന്റ് എലീന ജേക്കബ്, സെക്രട്ടറി ബിന്ദു മുരളി, വൈസ് പ്രസിഡന്റ് പ്രിയ ഗോപി, അംഗങ്ങളായ നിഷ സന്ദീപ്, അർച്ചന, ശ്രീകുമാരി, മുനിയ തുളസിദാസ്, ജനപ്രതിനിധികളായ MK ചാക്കോ, ശ്രീകാന്ത് KS, ആന്റണി വഞ്ചിക്കൽ, ആന്റണി ജോസഫ്, ഇന്ദു ഗോപൻ, പ്രതിഭ ഷിനുക്കുട്ടൻ, ശ്രീലേഖ, ധനീഷ ദാസ്, മറിയാമ്മ ജോസഫ്, പഞ്ചായത്ത് സെക്രട്ടറി അൻവർ റഹ്മാൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ലീന K നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,155 രൂപ, പവന് 1,05,240 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.